ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാ സംപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. നമുക്കറിയാം, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം കുരിശാണ്. അത് നമ്മുടെ വിജയത്തിന്റെ അടയാളമാണ്, വീണ്ടെടുപ്പിന്റെ കൊടിയാണ്, രക്ഷയുടെ ആയുധമാണ്. ഒരു ദേവാലയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം കുരിശാണ്. ഒരു പള്ളിക്കെട്ടിടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം കുരിശാണ്. ഒരു ത്രോണോസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം കുരിശാണ്. പട്ടക്കാർ ജനങ്ങളെ ആശീർവദിക്കുന്നത് കുരിശിന്റെ ആകൃതിയിലാണ്. കാസായും ബേലാസായും പടിഞ്ഞാറോട്ട് എഴുന്നള്ളിക്കുന്ന വേളയിൽ വിശുദ്ധ കുർബാനയിൽ പട്ടക്കാരൻ അവ പിടിക്കുന്നത് കുരിശിന്റെ ആകൃതിയിലാണ്. കാരണം എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നത് കുരിശിലൂടെയാണ്. മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മുടെ കർത്താവ് സഹിച്ച എല്ലാ വേദനകളുടെയും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെയും പ്രതീകമാണ് കുരിശ്. അതുകൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ച നമസ്കാരങ്ങൾ നാം ചൊല്ലുന്നത്. ഞങ്ങളുടെ ആത്മത്തിന് ഇതിനാലെ രക്ഷയുണ്ടായി എന്ന ഈ സ്ലീബായെ നാം കുമ്പിടുന്നു. കുരിശ് നമ്മുടെ രക്ഷയുടെ ആയുധമാണ്. എല്ലാ അനുഗ്രഹങ്ങളും സമാധാനവും വീണ്ടെടുപ്പും നമുക്ക് ലഭിക്കുന്നത് ഈ കുരിശിലൂടെയാണ്. കാലിത്തൊഴുത്ത് മുതൽ കാൽവറി വരെ നമ്മുടെ കർത്താവിന്റെ ജീവിത അനുഭവങ്ങളുടെ എല്ലാ വശങ്ങളെയും വൽക്കരിക്കുന്നതാണ് കുരിശ്. എന്നാൽ അനേകം ആളുകൾ ഇന്ന് കുരിശിനെ കാണുന്നത് കേവലം ഒരു അടയാളമായിട്ടാണ്. ചില ആളുകളെ സംബന്ധിച്ച് അവർ ആഭരണമാണ്. നമ്മളെ സൗകര്യം പോലെയൊക്കെ എടുത്ത് അണിയാനും അല്ലാത്തപ്പോൾ ഊരി വയ്ക്കാനുമുള്ള ആഭരണമായി അതിനെ കാണുന്നവരുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് അതൊരു ആയുധമാണ്. ക്രിസ്തീയ സഭയുടെ തന്നെ ഇരുണ്ട ചില ചരിത്രങ്ങളിൽ കുരിശ് ആയുധമായി ഉപയോഗിച്ചിട്ടുള്ള കാലങ്ങളുണ്ട്. ചിലരെ സംബന്ധിച്ച് ഇതൊരു ആദായ മാർഗമാണ്. ചില പള്ളികളിലൊക്കെയും കുരിശൻ തൊട്ടികളൊക്കെ സ്ഥാപിച്ചിട്ട് അത് നഷ്ടമാണ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുന്നത് എന്താണ്? ഇപ്പൊ ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ കുരിശിനെയും കുരിശിന്റെ സന്ദേശത്തെയും ഒക്കെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് ഇത് അടയാളമാണ്, ചിലർക്ക് അലങ്കാരമാണ്, ചിലർക്ക് ആയുധമാണ്, ചിലർക്ക് ആദായമാണ്, ചിലർക്ക് ആഭരണമാണ്. ചില ആളുകൾ ഇതിനെ അപമാനമായി കാണുന്നവരുണ്ട്. കുരിശ് ധരിക്കുന്നതും കുരിശ് വരയ്ക്കുന്നതും ആ നാമം പറയുന്നത് പോലും അപമാനമായി മോശമായി കാണുന്ന ആളുകൾ ക്രിസ്തീയ ചിന്താഗതിയിൽ തന്നെയുണ്ട്. എന്നാൽ പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിട വരരുത്. മറ്റെന്തിലെല്ലാം പ്രശംസിക്കാനും പുകഴാനുമുള്ള ഒരു മനുഷ്യനാണ് പറയുന്നത്, എനിക്ക് പ്രശംസിപ്പാൻ കർത്താവിന്റെ കുരിശല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാണ്. ലോകത്തിന് ഇത് ഭോഷത്വമാണ്, ലോകത്തിന് ഇത് അപമാനമാണ്, ലോകത്തിന് ഇത് ആയുധമോ ആദായമാർഗവുമാണ്. പക്ഷെ ദൈവമക്കളെ സംബന്ധിച്ച്, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് കുരിശ് അവനെ രൂപാന്തരപ്പെടുത്തുന്ന, അവനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന, അവന്റെ ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകുന്ന, പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന, പുതിയ മനുഷ്യനാക്കുന്ന, സമൂലമായി അവനെ പരിവർത്തനം ചെയ്യുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ പരിവർത്തനത്തിന്റെ ഉറവിടമാണ് ഈ കുരിശ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിന്റെ ശക്തിയുമാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് ഈ കുരിശ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ചില പരിവർത്തനങ്ങളെ കുറിച്ചാണ്. ഒന്നാമതായി, ഈ കുരിശ് നമ്മളെ അനുരഞ്ജനത്തിലേക്ക് നയിക്കുന്നു. കുരിശിന് 2 ദണ്ഡുകളാണുള്ളത്. ഒന്ന് മുകളിൽ നിന്ന് താഴേക്കുള്ളതും മറ്റൊന്ന് വശങ്ങളിലേക്കുള്ളതും. ഇത് എന്തിന്റെ സൂചനയാണ്? മുകളിൽ നിന്ന് താഴേക്കുള്ള ദണ്ഡ് അത് സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. യാക്കോബ് കണ്ട ഗോവേണി പോലെ സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദണ്ഡ് മനുഷ്യനും ദൈവവും തമ്മിൽ നിലനിന്നിരുന്ന ഭിന്നത എന്നേക്കുമായി മാറിപ്പോവുകയാണ്. എന്താണ് ഈ ഭിന്നതയുടെ അടിസ്ഥാനം, ഭിന്നതയുടെ കാരണം? യെശയ്യാപ്രവചനം 59:2 പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭിന്നതയ്ക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ അകൃത്യം മാറിപ്പോകണം. കർത്താവായ യേശുക്രിസ്തു കാൽവരി കുരിശിൽ സഹിച്ച യാഗത്തിലൂടെ, താൻ വഹിച്ച യാതനകളിലൂടെ ഈ അകൃത്യം എന്നേക്കുമായി നീങ്ങിപ്പോയി. അകൃത്യത്തിന് പരിഹാരം വന്നു. അകൃത്യത്തിന് പരിഹാരം വന്നപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഭിന്നത മാറിപ്പോയി. ദൈവസന്നിധിയിലേക്ക് മനുഷ്യന് പ്രവേശനമുണ്ടായി. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നവന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് നോക്കി വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയ അവകാശവും ഭാഗ്യവും എനിക്കും നിങ്ങൾക്കും ലഭിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ യാഗത്താലാണ്. വശങ്ങളിലേക്കുള്ള ദണ്ഡ് അത് മനുഷ്യനും തമ്മിലുള്ള ഭിന്നത മാറിപ്പോയതിന്റെ സൂചനയാണ്. ഞാനും എന്റെ അയൽക്കാരനും തമ്മിൽ, ഞാനും എന്റെ സഹോദരനും തമ്മിൽ, ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടും തമ്മിൽ, ഞാൻ അധിവസിക്കുന്ന ഈ പ്രപഞ്ചവുമായി, അങ്ങനെ എല്ലാ വിധത്തിലും മനുഷ്യനെ അകറ്റി നിർത്തുന്ന,
മനുഷ്യനെ വേർതിരിച്ചു നിർത്തുന്ന എല്ലാ തരത്തിലുള്ള വേർപാടുകളും ഭിന്നതകളും ഇടിച്ചു കളഞ്ഞ് ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർക്കുന്ന വലിയ അനുരഞ്ജനത്തിന്റെ ഐക്യത്തിന്റെ പ്രതീകമാണ് ഈ കുരിശ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5-ാം വാക്യത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നത്, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് നിരപ്പിന്റെ ശുശ്രൂഷ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഈ നിരപ്പിന്റെ അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷയാണ്. ഈ കുരിശ് വരയ്ക്കുമ്പോൾ, അത് വഹിക്കുമ്പോൾ, അത് ധരിക്കുമ്പോൾ, ഈ കുരിശിന്റെ നാമം പ്രഘോഷിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാകേണ്ട ചിന്ത ഇതാണ്: ഈ ലോകത്തിൽ അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷകരായി, അനുരഞ്ജനത്തിന്റെ കൂദാശ അനുഷ്ഠാനകരായി ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നു. ഭിന്നതകളുള്ളിടത്ത് സമാധാനം വിതയ്ക്കാൻ, വേർപാടുകളുടെയും വേർതിരിവുകളെയും അതിർവരമ്പുകളെയും ഇല്ലാതെയാക്കി മനുഷ്യവർഗത്തെ ഒന്നിപ്പിക്കുന്ന അനുരഞ്ജനത്തിന്റെ ഐക്യത്തിന്റെ ശുശ്രൂഷകരായി മാറുവാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കുരിശ് അനുരഞ്ജനത്തിന്റെ പ്രതീകമാണ്. പക്ഷെ ഇന്ന് ഏതെല്ലാം തരത്തിലുള്ള ഭിന്നതകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നാം ഈ കുരിശിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോഴും, കുരിശിനെ കുറിച്ച് ധ്യാനിക്കുമ്പോഴും, കുരിശ് വരയ്ക്കുമ്പോഴും, കുരിശ് വഹിക്കുമ്പോഴും ഏതെല്ലാം തരത്തിലുള്ള ഭിന്നതകൾ, ഏതെല്ലാം തരത്തിലുള്ള പിണക്കങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള മതിൽക്കെട്ടുകളാണ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. നമുക്കറിയാം, ഭാരതം ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. എന്താണ് ഈ റിപ്പബ്ലിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം? പൊതുവായത് എന്നാണ് അർത്ഥം. ഭാരതത്തിൽ ഒട്ടേറെ മതവിഭാഗങ്ങളുണ്ട്, ഒട്ടേറെ ജാതികളുണ്ട്, ഒട്ടേറെ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ ഇത്രയും അധികം വൈവിധ്യം മറ്റൊരു രാജ്യത്തും ഉണ്ടാകില്ല. എന്നെല്ലാം വൈവിധ്യങ്ങളിലൂടെ, വൈജാത്യങ്ങളിലൂടെയാണ് ഭാരതത്തിലെ ആളുകൾ കടന്നു പോകുന്നത്. പക്ഷെ ഇത്രയും വ്യത്യാസങ്ങളും വേർതിരിവുകളും ഒക്കെ ഭാരതത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലും 60 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാഷ്ട്രത്തിന്റെ നേതാക്കന്മാര് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചപ്പോൾ അവരെ പ്രചോദിപ്പിച്ച ഏറ്റവും ശക്തമായ ഘടകം ഭാരതത്തിലെ ജനങ്ങളുടെ ഐക്യമാണ്. ജാതി മത വർണ്ണ ചിന്തകൾക്കൊക്കെ അപ്പുറമായി എന്റെ നാട് എന്ന ആ ഒരു ഐക്യബോധം ഭാരതത്തിലെ ജനങ്ങൾ പ്രകടിപ്പിച്ച ഈ സംഘബോധവും ഐക്യവുമാണ് രാഷ്ട്രത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. ഇന്ന് 60 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രാഷ്ട്രത്തിന്റെ സ്ഥിതി എന്തായി? ജാതി മത വർണ്ണവർഗങ്ങളുടെ പേരിൽ ഭിന്നിക്കുന്ന, പരസ്പരം കലഹിക്കുന്ന, അവനെന്റെ മിത്രമല്ല, അവനെന്റെ ശത്രുവാണ്, അവന്റെ വളർച്ച എന്റെ വളർച്ചയ്ക്ക് വിഘാതമാണ്, അവൻ ഇല്ലാതെയായി തീരേണ്ടത് എന്റെ വളർച്ചയുടെ ആവശ്യമാണ് എന്ന് വളരെ ഇടുങ്ങിയ സങ്കുചിതമായ തരത്തിൽ ചിന്തിക്കുന്ന, ജാതികളെയും മതങ്ങളെയും അതിലുള്ള ആളുകളെയും തമ്മിൽ കലഹിപ്പിക്കുന്ന, ഭിന്നിപ്പിക്കുന്ന എത്രയോ അനുഭവങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, പൊതുവായ ലക്ഷ്യങ്ങളില്ലാത്ത, പൊതുവായ താല്പര്യങ്ങളില്ലാത്ത, സംഘബോധമില്ലാത്ത, എന്തിനും ഏതിനും കലഹിക്കുകയും ശിഥിലീകരിക്കുകയും ചെയ്യുന്ന വളരെ അനൈക്യമുള്ളൊരു സമൂഹമായി നമ്മൾ മാറുകയാണ്. യഥാർത്ഥത്തിൽ ആദിമസഭയുടെയും ചിത്രം ഇതായിരുന്നു, വളരെ ഐക്യമുള്ള ഒരു സമൂഹം. അപ്പോസ്തല പ്രവൃത്തികൾ സഭയെക്കുറിച്ച് പറയുന്ന വളരെ മനോഹരമായ ഒരു സാക്ഷ്യമുണ്ട്. വിശ്വസിച്ചവരെല്ലാം ഒന്നിച്ചിരുന്നു, എല്ലാം പൊതുവായെന്നെണ്ണി. എന്താണ് വിശ്വാസത്തിന്റെ ലക്ഷണം? വിശ്വാസികളുടെ ലക്ഷണം എന്താണ്? അവർ ഒന്നിച്ചിരിക്കും, അവർക്കുള്ളതെല്ലാം പൊതുവാണ്. അവരുടെ സങ്കടവും സന്തോഷവും എല്ലാം പൊതുവായി മാറുമ്പോൾ അപ്പോഴാണ് നാം വിശ്വാസികളുടെ കൂട്ടമായി, ഐക്യബോധമുള്ള ഒരു സമൂഹമായി മാറുന്നത്. ഇന്ന് ആരാധനയ്ക്കൊക്കെ നാം വരുമ്പോൾ പള്ളിയിൽ വന്ന് ഒരു നിശ്ചിത സ്ഥാനത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. കൂട്ടമായി നമുക്ക് ആരോടും പ്രത്യേകിച്ച് ആഭിമുഖ്യമൊന്നുമില്ല, ആർക്കും നമ്മളോട് പ്രത്യേകിച്ച് താല്പര്യമില്ല. നമ്മൾ ഏതെങ്കിലും വിഷയമോ പ്രയാസങ്ങളുമായി ദിവസനയിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു പോകുന്നു. നമ്മളുടെ വിഷയം മറ്റാരുടെയും വിഷയമല്ല, മറ്റാരുടെയും വിഷയം നമ്മളുടെ വിഷയമല്ല. വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മാനസികാവസ്ഥയിൽ, ഒന്ന് പങ്കുവയ്ക്കാൻ ആരുമില്ലാതെ, നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ സന്തോഷങ്ങളും ആരോടും തുറന്നു പറയാനാകാത്ത വിധത്തിൽ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ എത്ര ഭയങ്കരമായിരിക്കും. നമുക്കറിയാം, എല്ലാ മനുഷ്യനും അടിസ്ഥാനപരമായി ചില ഭയങ്ങളുണ്ട്. എന്തായിരിക്കും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം? മരണഭീതിയാണ്. മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവികൾക്കുമുണ്ട്. ഇന്ന് ലോകത്ത് നടക്കുന്ന പരീക്ഷണങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നമ്മളുടെ മരണം കുറെ പോയെന്ന, വെന്റിലേറ്ററിൽ കിടക്കുന്ന മനുഷ്യന്റെയും ആഗ്രഹം കുറെ കാലം കൊണ്ട് ജീവിച്ചിരിക്കണം എന്നാണ്. അതായത് മരണഭയം മനുഷ്യനുമുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്? ഒരു വർഷം 15 ലക്ഷം പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഓരോ 40 സെക്കൻഡിലും ഒരാൾ വീതം ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്തില്ല? മരണഭയമില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ മരണഭയത്തെക്കാളും മറ്റെന്തോ വലിയൊരു ഭയം അവരെ അലട്ടുന്നുണ്ട്. മരണഭയത്തെക്കാളും അവരെ അലട്ടുന്ന, അവരെ വേദനിപ്പിക്കുന്ന ഒരു ഭയമുണ്ടെങ്കിൽ അതെന്തായിരിക്കും? എനിക്ക് ആരുമില്ല എന്ന ചിന്തയാണ്. ആരുമില്ലാത്ത ഒരാള് എന്തിന് ജീവിച്ചിരിക്കണം? ആർക്ക് വേണ്ടി ജീവിച്ചിരിക്കണം? മദർ തെരേസ ഇങ്ങനെ പറയുന്നുണ്ട്, ജീവിച്ചിരിക്കാൻ മിനിമം ഒരു കാരണം വേണം. എന്നെ സ്നേഹിക്കാൻ ഒരാൾ വേണം, എനിക്ക് സ്നേഹിക്കാൻ ഒരാൾ വേണം. ഊഷ്മളമായ ഒരു സ്നേഹബന്ധമെങ്കിലും ഈ ഭൂമിയിൽ അവശേഷിച്ചിരിക്കാത്ത ഒരു മനുഷ്യന് ജീവിച്ചിരിക്കാനാകില്ല. എന്നെ സ്നേഹിക്കാൻ ഒരാളില്ലെങ്കിൽ, എനിക്ക് സ്നേഹിക്കാൻ ഒരാളില്ലെങ്കിൽ
എന്റെ വേദനകളും സങ്കടങ്ങളും പങ്കുവയ്ക്കാൻ, ആ മാറിലൊന്ന് തലോടി, ആ മാറിലൊന്ന് ചാരി എന്റെ വേദനകളും എന്റെ ക്ലേശങ്ങളും ഒക്കെ ഒന്ന് പങ്കുവെക്കാൻ ഒരു മനുഷ്യനില്ലാതെ പോകുന്ന ഒരാളുടെ മാനസികാവസ്ഥ എത്ര ക്ലേശകരമായിരിക്കും. എന്നെ സ്നേഹിക്കാൻ ഒരാൾ വേണം, എനിക്ക് സ്നേഹിക്കാൻ ഒരാൾ വേണം. 2003 അമേരിക്കയിലെ ഗോൾഡൻ ഗേറ്റ് പാലത്തിൽ നിന്ന് ഒരാള് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ ആ പാലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരു ആത്മഹത്യാ കുറിപ്പ് കോറിയിട്ടു. I am going to walk through this bridge. If one person smiles at me on the way, I will not jump. ഞാൻ ഈ പാലത്തിലൂടെ നടക്കാൻ പോവുകയാണ്. അക്കരെ എത്തുന്നതിന് മുമ്പ് ആരെങ്കിലും എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ ഞാൻ ചാടില്ല. പക്ഷെ ഈ മനുഷ്യൻ ചാടി ആത്മഹത്യ ചെയ്തു. എന്തായിരിക്കും കാരണം? അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ പോലും ആരുമില്ല. ഒരു പുഞ്ചിരി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം എത്ര ഭയങ്കരമാണ്. ദേവാലയത്തിൽ വരുന്ന ഒരു മനുഷ്യനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്ഷീണിച്ച ശരീരവും ക്ലേശപൂർണമായ മുഖവുമായി നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ഒരു മനുഷ്യനെ നോക്കി എന്തുണ്ട് വിശേഷം, എന്താണ് നിന്റെ പ്രശ്നം, ഇത് ചോദിക്കാൻ ഒരാളില്ലെങ്കിൽ, അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ആളില്ലെങ്കിൽ, അവന്റെ വേദനകളും സങ്കടങ്ങളും ഒന്ന് തുറന്നു പറയാൻ ഒരാളില്ലെങ്കിൽ അവൻ എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കാനാകുക? നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പൊതുവായി മാറണം. അപ്പോഴാണ് നാം വിശ്വാസികളുടെ കൂട്ടമായി മാറുന്നത്. സഭ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് അല്ല. ചർച്ച് ഈസ് നോട്ട് എ ബിൽഡിംഗ്, ഇറ്റ് ഈസ് ദ ബോഡി ഓഫ് അവർ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ ശരീരമാണ് നമ്മുടെ സഭ. യേശു ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ എന്ന് പറയുമ്പോൾ ഈ സഭയിലെ ഒരു അംഗത്തിനുണ്ടാകുന്ന പ്രശ്നം ഈ സഭയുടെ മുഴുവൻ പ്രശ്നമാണ്. നമ്മളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിനുണ്ടാകുന്ന വേദന ശരീരത്തിന്റെ മുഴുവൻ വേദനയായി മാറുന്നത് പോലെ ഈ സഭയിലെ ഒരംഗത്തിനുണ്ടാകുന്ന വേദന ഈ ശരീരത്തിന്റെ മുഴുവൻ വേദനയായി മാറുകയാണ്. അതുപോലെ തന്നെയാണ് ഈ ശരീരത്തിന്റെ ഒരവയവത്തിനുണ്ടാകുന്ന സന്തോഷം, നന്മ ആ ശരീരത്തിന് മുഴുവൻ സന്തോഷമായി മാറുന്നത് പോലെ ഈ സഭയിലെ ഒരംഗത്തിനുണ്ടാകുന്ന സന്തോഷം ഈ സഭയുടെ മുഴുവൻ സന്തോഷമായി മാറുകയാണ്. നമ്മുടെ സന്തോഷവും സങ്കടങ്ങളും ഏറ്റെടുക്കാൻ ആളുകൾ ഉണ്ടാകണം. ഒരു സ്വാന്തനം, ഒരു തലോടൽ, ഒരു പുഞ്ചിരി, ഒരു നല്ല സന്ദർശനം, ഒരു നല്ല വർത്തമാനം, തക്ക സമയത്തുള്ള ഒരു ഇടപെടൽ, പോട്ടെ സാരമില്ല എന്നൊരാശ്വാസ വചനം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എത്ര വലുതാണ്. എത്ര പേരെ ഈ സമൂഹത്തിൽ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. എനിക്കാരുമില്ല എന്ന് വരുന്ന ഒരു മനുഷ്യൻ അവൻ തുടർച്ചയായി അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ആത്മഹത്യയിലേക്ക് നീങ്ങുന്നു എന്നാണ്. അങ്ങനെ ആരുമില്ലാതെ ഈ ലോകത്ത് നിരാശരായി ഒറ്റപ്പെട്ട് കഴിയുന്ന അനേകം മനുഷ്യരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനും സമൃദ്ധമായ ജീവന്റെ അവകാശികളാക്കി മാറ്റാനുള്ള വലിയ ഉത്തരവാദിത്വവും വലിയ നിയോഗവുമാണ് ദൈവം എന്നെയും നിങ്ങളെയും ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഈ കുരിശ് ഈ തരത്തിൽ മനുഷ്യ മനസ്സുകളെ അകറ്റി നിർത്തുന്ന, ഒരാളുടെ സങ്കടവും സന്തോഷവും പങ്കുവയ്ക്കാനാകാതെ മനുഷ്യർ ഒറ്റപ്പെട്ടു പോകുന്ന തുരുത്തുകളായി മാറുന്ന അവസ്ഥയിൽ നിന്ന് അവനെ ഐക്യത്തിന്റെ, അനുരഞ്ജനത്തിന്റെ, കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ ഈ കുരിശ് നിരന്തരമായി നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുരിശ് നമ്മെ അനുരഞ്ജനത്തിലേക്ക് നയിക്കുന്നതാണ്. രണ്ടാമതായി ഈ കുരിശ് അത് വഹിക്കുന്നവരെ പ്രസിദ്ധരാക്കി മാറ്റുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: അവർ അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ കൊണ്ട് അവന്റെ കുരിശ് ചുമപ്പിച്ച് അവന്റെ പിന്നാലെ നടക്കുമാറാക്കി. യേശുവിന്റെ കുരിശ് ചുമന്ന ശീമോനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ശീമോന് യേശുവിന്റെ കുരിശ് ചുമക്കേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല, ഒരു യഹൂദനെ സംബന്ധിച്ച് ഈ കുരിശ് ശാപത്തിന്റെ പ്രതീകമാണ്. ഗലാത്യലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവനാണ്. ശാപകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ഭൂമിയിൽ വെച്ച് കൊന്നാൽ മണ്ണ് പോലും ശപിക്കപ്പെടും. അങ്ങനെ മണ്ണിനും ആകാശത്തിനും മധ്യേ വെച്ച് ഇവരെ ഒടിക്കാൻ വേണ്ടി പേർഷ്യക്കാർ കണ്ടുപിടിച്ചൊരു സംവിധാനമാണ് ഈ കുരിശ്. ശിവൻ അറിയാൻ, ഞാൻ ഈ കുരിശ് ചുമന്നാൽ ഞാനും എന്റെ കുടുംബം, എന്റെ തലമുറകളും ശപിക്കപ്പെടും. പക്ഷെ പടയാളിയുടെ നിർബന്ധം കൊണ്ടാണ് ശീമോൻ ഈ കുരിശെടുത്ത് തോളിൽ വയ്ക്കുന്നത്. അവൻ ഈ കുരിശും വഹിച്ചുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ പോയി. കാൽവരിയിലെത്തിയപ്പോൾ ഈ കുരിശ് ശീമോൻ കർത്താവിന് കൈമാറി. വളരെ നന്ദിയോടെ, കൃതാർത്ഥതയോടെ കർത്താവ് ഈ കുരിശേറ്റുവാങ്ങി. എന്നിട്ട് വളരെ നന്ദി സൂചകമായി ഈ ശീമോനെ കർത്താവ് ഒന്ന് നോക്കി. ആ നോട്ടം അവന്റെ അന്തരംഗങ്ങളിലേക്ക് തുളച്ചു കയറി. അവിടെ നിന്ന് ശീമോൻ മടങ്ങിപ്പോകുന്നത് കുറേനക്കാരനായ ശീമോനായിട്ടല്ല, യേശു ക്രിസ്തുവിന്റെ കുരിശ് ചുമന്ന് അനുഗ്രഹിക്കപ്പെട്ട ശീമോനായിട്ടാണ്. ശീമോനെ പിന്നെ നമ്മൾ കാണുന്നത് റോമാലേഖനം 16-ാം അധ്യായം 13-ാം വാക്യത്തിലാണ്. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്ക് അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചൊല്ലുവീൻ. ആരാണ് കർത്താവിൽ പ്രസിദ്ധനായ ഈ രൂഫോസ്? ഈ രൂഫോസ് ശീമോന്റെ മകനാണ്. അവനുണ്ടായ പരിവർത്തനം എത്ര വലുതാണ്! ഈ ശീമോൻ അവന്റെ കുടുംബവും കർത്താവിൽ പ്രസിദ്ധരായി. മാത്രമല്ല,
ക്രിസ്ത്യാനിക്ക് ആ പേര് കിട്ടിയ അന്ത്യോക്യ എന്ന സ്ഥലത്ത് അവിടെ പോയി സുവിശേഷം പറഞ്ഞത് ഈ ശീമോന്റെ കുടുംബക്കാരാണ്, കുറേനക്കാരാണ്. അവർ സുവിശേഷത്തിന്റെ വക്താക്കളായി മാറി. അവർ കർത്താവിൽ പ്രസിദ്ധരായി. അവനും അവന്റെ കുടുംബവും അവന്റെ ശേഷിക്കുന്ന ആളുകളെല്ലാം കർത്താവിൽ പ്രസിദ്ധരായി മാറി. അവർ സുവിശേഷത്തിന്റെ വക്താക്കളായി മാറി. ഈ കുരിശ് അത് വഹിക്കുന്നവരെ, അവന്റെ കുടുംബത്തെ പ്രസിദ്ധരാക്കി മാറ്റുന്നു. കർത്താവിന് വേണ്ടി ആരും ഒന്നും വെറുതെ ചെയ്യണ്ട. ആരെങ്കിലും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ത്യാഗം സഹിച്ചാൽ, അവന് വേണ്ടി എന്തെങ്കിലും മനസ്സോടെ നിവർത്തിച്ചാൽ, അനുഷ്ഠിച്ചാൽ, അവനെയും അവന്റെ കുടുംബത്തെയും നമ്മുടെ കർത്താവ് പ്രസിദ്ധരാക്കി മാറ്റും. ഈ കുരിശ് അത് വഹിക്കുന്നവരെ പ്രസിദ്ധരാക്കി മാറ്റുന്നു. കുരിശില്ലാതെ കിരീടമില്ല, കിരീടത്തിൽ അവസാനിക്കാത്ത ഒരു കുരിശുമില്ല. കുരിശില്ലാതെ കിരീടമില്ല, കിരീടത്തിൽ അവസാനിക്കാത്ത ഒരു കുരിശുമില്ല. പക്ഷെ ഇന്ന് ലോകത്തിന്റെ ചിന്ത വളരെ വ്യത്യസ്തമാണ്. സാധാരണ ആളുകളൊക്കെ ഇന്ന് ചിന്തിക്കുന്നത് ഒരു കുരിശുമില്ലാതെ വല്ല കിരീടവും കിട്ടുമെന്നാണ്. പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ യാതൊരു അധ്വാനവുമില്ലാതെ, യാതൊരു പ്രയത്നവുമില്ലാതെ ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ സ്വപ്നം കണ്ട്, ഒരുപക്ഷെ ഈ ലോട്ടറി മാഫിയായൊക്കെ കേരളത്തിൽ തഴച്ചു വളരുന്നത് മനുഷ്യന്റെ ഈ വിധത്തിലുള്ള ആഗ്രഹം കൊണ്ടാണ്. അല്പസ്വല്പം മുടക്കി വലിയ സമ്പാദ്യങ്ങളും വലിയ സൗഭാഗ്യങ്ങളും ഒക്കെ നേടിത്തരുന്ന ആ വലിയ ദിവസം സ്വപ്നം കണ്ടുകൊണ്ടാണ് പല ആളുകളും ജീവിക്കുന്നത്. വലിയ അധ്വാനവും പ്രയത്നവുമില്ലാതെ തട്ടിപ്പ് കൊണ്ടും വെട്ടിപ്പ് കൊണ്ടും കുരുട്ടുബുദ്ധി കൊണ്ടും സൂത്രപ്പണി കൊണ്ടും മറ്റുള്ളവരുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ എങ്ങനെ അടിച്ചു മാറ്റാം, ഇതാണ് മലയാളിയുടെ ഗവേഷണം. കഠിനാധ്വാനം ആവശ്യമുള്ള ഒരു മേഖലകളിലും ജോലിക്കാരെ കിട്ടാനില്ല. അധ്വാനത്തിന്റെ മഹത്വം മലയാളികൾ മറന്നുപോയി. അതുകൊണ്ടാണ് ഒരുപക്ഷെ രൂക്ഷമായ ഭക്ഷ്യക്ഷാമവും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. ഒരു വർഷം കേരളത്തിലെ ആളുകൾക്ക് മുഴുവൻ ആഹാരം കഴിക്കണമെങ്കിൽ 40 ലക്ഷം ടൺ നെല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടണം. പക്ഷെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കേവലം 6.5 ലക്ഷം ടൺ നെല്ല് മാത്രമാണ്. 85% ഭക്ഷ്യക്കമ്മിയുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറി. ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ബംഗാളിൽ നിന്നുമൊക്കെ അരി കയറ്റിയ ലോറി ഇവിടെ വന്നില്ലെങ്കിൽ മലയാളികൾ പട്ടിണിയിലാകുന്ന സ്ഥിതിയിലേക്ക് മാറി. മുഹമ്മദ് നബി പറയുന്നുണ്ട്, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ആഹാരവും ആരും ഇതുവരെ കഴിച്ചിട്ടില്ല. അധ്വാനത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് തട്ടിപ്പ് കൊണ്ടും സൂത്രപ്പണി കൊണ്ടും കുരുട്ടുബുദ്ധി കൊണ്ടും ജീവിച്ചു പോകാമെന്നുള്ള നിലയിൽ നിന്ന് മലയാളികൾ മാറി വരണം. അധ്വാനിക്കാതെ കിട്ടുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് മലയാളികൾ ഇന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു സാഹചര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് അന്വേഷിക്കുന്നത്. ഈ തരത്തിലുള്ള ഒരു അനുഭവത്തെ കുറിച്ചാണ്. ഇതൊക്കെ അവരും പഠിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, പഴയ കാലങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് എത്രയോ രാത്രികൾ പകലാക്കി അങ്ങനെയാണ് അവർ പഠിക്കുന്നത്. ഉറക്കമിളച്ചും കഷ്ടപ്പെട്ടുമൊക്കെ പഠിച്ച കാലങ്ങളുണ്ട്. ഇന്നത്തെ കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഒന്നും പഠിച്ചില്ലെങ്കിലും ജയിച്ചു പോകുന്ന, കേവലം പരീക്ഷാ പേപ്പറിൽ നമ്പറിട്ട് വെച്ച് അവർക്കറിയാവുന്ന എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ മാത്രം ജയിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം മാറി വരികയാണ്. അത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ്. പക്ഷെ ഒന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, ഉന്നതമായ നിലയിലെത്തിയിരിക്കുന്ന പല ആളുകളും ആരെങ്കിലുമൊക്കെ സൗജന്യമായി കൊടുത്ത മാർക്കിന്റെയോ മോഡറേഷൻ കിട്ടിയ മാർക്കിന്റെയോ ഒന്നും ബലത്തിലല്ല. അവർ രാത്രികൾ പകലാക്കി രക്തം വിയർപ്പാക്കി കഠിനാധ്വാനത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഉന്നതമായ സ്ഥാനങ്ങളിലെത്തിയത്. അധ്വാനത്തിന്റെ മഹത്വം തിരിച്ചറിയാത്ത, കഠിനാധ്വാനത്തിലൂടെ അനുഭവത്തിലൂടെ കടന്നുപോകാത്ത ഒരാളും ജീവിതത്തിന്റെ ഉയർച്ചകളിൽ എത്തിച്ചേരില്ല. കുരിശില്ലാതെ കിരീടമില്ല, കിരീടത്തിൽ അവസാനിക്കാത്ത ഒരു കുരിശുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കുരിശുകളുണ്ട്. യഥാർത്ഥത്തിൽ വിവാഹ കൂദാശയിൽ സ്ത്രീക്കും പുരുഷനും വാഴ്ത്തി കൊടുക്കുന്നത് കുരിശാണ്. കല്യാണം എന്ന് പറയുന്നത് തന്നെ ഒരു കുരിശാണ്. ചില സ്ത്രീകളൊക്കെ പറയില്ല, ഈ മനുഷ്യൻ ഒരു കുരിശായി മാറിയെന്ന്. ചില പുരുഷന്മാരൊക്കെ പറയും, ഇവളൊരു കുരിശായി തീർന്നു. മറ്റു ചില സ്ത്രീകളൊക്കെ പറയാറുണ്ട്, ഞാൻ ഒറ്റ ഒരുത്തി ആയതുകൊണ്ടാണ് ഈ മനുഷ്യന്റെ കൂടെ ജീവിച്ചു പോകുന്നത്. യഥാർത്ഥത്തിൽ വാസ്തവമാണ്. ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ പറ്റിയ ഈ ലോകത്തിൽ ഒരു സ്ത്രീയെ ഉണ്ടാവുള്ളൂ, അത് നിങ്ങളാണ്. ഒരു പുരുഷന്റെ സ്വഭാവവും ശീലങ്ങളും അവന്റെ താല്പര്യങ്ങളും അത് മനസ്സിലാക്കി അവനോട് ചേർന്ന് നിൽക്കാൻ ഈ ലോകത്ത് കഴിയുന്ന ഏക സ്ത്രീ നിങ്ങളാണ്. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ദൈവം വളരെ പർട്ടിക്കുലറായി നിങ്ങളെ തെരഞ്ഞെടുത്ത് ആ മനുഷ്യനോട് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ വാശിയും നിങ്ങളുടെ അഹങ്കാരവും അതൊക്കെ അംഗീകരിച്ചു തരുന്ന, അതിനോട് ചേർന്ന് പോകാനും അതിനെ മനസ്സിലാക്കാനും കഴിയുന്ന ഏക പുരുഷൻ നിങ്ങളുടെ ഭർത്താവാണ്. ദൈവം വളരെ പ്രത്യേകതകളോടെ നിങ്ങളെ സൃഷ്ടിച്ച് ദൈവത്തിന്റെ ഹിതപ്രകാരം നിങ്ങളെ കൂട്ടിച്ചേർത്തതാണ്. ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം നോക്കുന്നത് ദൈവം കൂട്ടിച്ചേർത്തതിനോടുള്ള നിന്റെ പ്രതികരണം എന്താണ്. ജീവിതത്തിൽ ദൈവം കൂട്ടിച്ചേർത്തിയ അനുഭവങ്ങളോട്, നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളോട് നിന്റെ പ്രതികരണവും നിന്റെ അതിനോടുള്ള സമീപനവും എന്താണ്? ആ കുരിശുകളോടുള്ള നിന്റെ സമീപനമാണ് നിന്റെ അനുഗ്രഹവും നിന്റെ ഭാവിയും ഒക്കെ നിശ്ചയിക്കുന്നത്. പഴയ നിയമത്തിൽ വളരെ മനോഹരമായ ഒരു ഉദാഹരണമുണ്ട്. നമുക്കറിയാം, രൂത്തിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, നവോമി, അവളുടെ ഭർത്താവ് മരിച്ചുപോയി, 2 ആൺമക്കളുണ്ടായിരുന്നു, മരിച്ചുപോയി.
ഈ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ 2 മരുമക്കളെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, മക്കളെ, എന്റെ ഭർത്താവ് മരിച്ചുപോയി, എന്റെ ആൺമക്കൾ മരിച്ചുപോയി, ഇനി എനിക്ക് വളരെ കുറച്ച് കാലമേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ കാര്യം അതുപോലല്ല. നിങ്ങൾ ചെറുപ്പക്കാരികളാണ്, സുന്ദരികളാണ്, നിങ്ങൾക്ക് ഇനിയും ഭർത്താക്കന്മാരെ കിട്ടും, കുടുംബമുണ്ടാകും, നിങ്ങൾ നിങ്ങളുടെ അപ്പന്മാരുടെ അടുക്കലേക്ക് തിരിച്ചു പോകണം. ഒരു മരുമകൾക്ക് അത് വളരെ താല്പര്യമായി തോന്നി. ഓർപ്പ അവൾ അമ്മാവിയമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് അവളുടെ വഴിക്ക് പോയി. പക്ഷെ മറ്റേ മരുമകൾ രൂത്ത്, അവൾ പറഞ്ഞു, എന്റെ അമ്മാവിയമ്മ അങ്ങനെ പറയരുത്. വയസ്സുകാലത്ത് ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടില്ല, ഒരിക്കലും തന്നെ ഞാൻ ഒറ്റയ്ക്ക് അയക്കില്ല. നീ പോകുന്നിടത്ത് ഞാൻ പോകും, നീ പാർക്കുന്നിടത്ത് ഞാൻ പോകും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം. മരണത്താലല്ല നമ്മളെ വേർപെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ല. ഈ അമ്മായിയമ്മ ആഗ്രഹിക്കുന്നത് മരുമക്കളുടെ സന്തോഷമാണ്. വയസ്സുകാലത്ത് എന്നെ ചൊല്ലി അവരുടെ ജീവിതം നശിപ്പിക്കണം എന്ന സ്വാർത്ഥ ചിന്തയൊന്നും ഈ അമ്മായിയമ്മയ്ക്കില്ല. മരുമക്കളുടെ നന്മയും അവരുടെ സന്തോഷവും മാത്രം ആഗ്രഹിക്കുന്ന ഒരു അമ്മായിയമ്മ. അതേസമയം അമ്മാവിയമ്മയുടെ കണ്ണ് നിറയരുത് എന്നാഗ്രഹിക്കുന്ന ഒരു മരുമകൾ. വയസ്സുകാലത്ത് അവൾക്കൊരാശ്രയം ഉണ്ടാകാതിരിക്കാൻ അവൾ അനുവദിക്കുന്നില്ല. നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ല, നീ പോകുന്നിടത്തേക്ക് ഞാൻ വരും, മരണത്താലല്ല നമ്മളെ വേർപെടുത്താൻ ആർക്കും കഴിയില്ല എന്ന ദൃഢനിശ്ചയമുള്ള ഒരു മരുമകള്. മരുമക്കളുടെ സന്തോഷം അന്വേഷിക്കുന്ന അമ്മാവിയമ്മ, അമ്മാവിയമ്മയുടെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന, കാക്ഷിക്കുന്ന ഒരു മരുമകള്. യഥാർത്ഥത്തിൽ ഇതാണ് സന്തോഷകരമായ ഒരു ക്രിസ്തീയ കുടുംബം. ഇവർ രണ്ടുപേരും കൂടെ ബേത്ലഹേമിൽ ചെന്നു. ജീവിക്കാൻ നിവൃത്തിയില്ല. രൂത്ത് ബോവാസിന്റെ വയലിൽ കാലാപറക്കാൻ പോയി. അവിടെ അവൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ബോവാസ് ചെയ്തു കൊടുത്തു. ഇതൊക്കെ കണ്ട് സ്തബ്ധയായി പോയി രൂത്ത്. അവൾ ബോവാസിന്റെ അടുക്കൽ വന്ന് അവന്റെ കാൽക്കൽ വീണിട്ട് ചോദിച്ചു, യജമാനേ, ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരാൻ ഈ പാവപ്പെട്ട പുറജാതി എന്തുള്ളൂ? ഈ പുറജാതിക്കാർക്ക് ഇത്രയും സൗകര്യങ്ങൾ നീ ഒരുക്കി തരുന്നത് എന്തുകൊണ്ടാണ്? അതിന് ബോവാസ് പറഞ്ഞ മറുപടി ഇതാണ്, മകളെ രൂത്തെ, നിന്റെ അമ്മാവിയമ്മയോട് നീ കാണിച്ച കാരുണ്യം ഈ ദേശത്തെല്ലാ മനുഷ്യരും അറിഞ്ഞു. പാവപ്പെട്ട ഒരു സ്ത്രീയോട്, ആരോരും ആശ്രയമില്ലാത്ത നിരാലംബയായ ഒരു സ്ത്രീയോട് നീ കാണിച്ച കാരുണ്യം, മനസ്സിലത് അതിവിടെ എല്ലാവരും അറിഞ്ഞു. അതിന് നിനക്ക് ദൈവം തന്ന പ്രതിഫലമാണിത്. അത് അവിടെ തീരുന്നില്ല, ആ പ്രതിഫലം അവിടെ അവസാനിക്കുന്നില്ല. ബോവാസ് രൂത്തിനെ കല്യാണം കഴിച്ചു. ആ വിവാഹത്തിൽ ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയുടെ പേര് ഒബേദ് എന്നാണ്. ആ ഒബേദിനൊരു മകനുണ്ടായി. അവന്റെ പേര് ഇശായി എന്നാണ്. ഈ ഇശായിക്ക് ഒരു മകനുണ്ടായി. അവന്റെ പേര് ദാവീദ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തു രൂത്തിന്റെ ആരാണ്? അഥവാ രൂത്ത് യേശുക്രിസ്തുവിന്റെ ആരാണ്? യേശുക്രിസ്തുവിന്റെ വല്യമ്മച്ചിയായി തീർന്നു. എങ്ങനെയാണ് പാവപ്പെട്ട ഒരു പുറജാതിക്കാരി യേശുക്രിസ്തുവിന്റെ വല്യമ്മച്ചിയായി മാറിയത്? ജീവിതത്തിന്റെ അതിനിർണായകമായ ഒരു ഘട്ടത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീയോട് കാണിച്ച കാരുണ്യം, മനസ്സലിവ് അവളെ യേശുക്രിസ്തുവിന്റെ വല്യമ്മച്ചിയാക്കി മാറ്റി. ഓർപ്പാ പോയതുപോലെ ചുംബനം കൊടുത്ത് രൂത്തും പിരിഞ്ഞു പോയിരുന്നെങ്കിൽ ഇന്ന് രൂത്തിനെ കുറിച്ച് ഇവിടെ പറയില്ല. രൂത്തിന്റെ പേരിൽ ഒരു പുസ്തകം വേദപുസ്തകത്തിൽ ഉണ്ടാകില്ല. യേശുക്രിസ്തുവിന്റെ വംശാവലി എഴുതിയപ്പോൾ രൂത്തിന്റെ പേര് അതിൽ ഉൾപ്പെടുത്തുമായിരുന്നില്ല. ജീവിതത്തിന്റെ അതിപ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ സ്വന്തം സുഖവും സന്തോഷവും അന്വേഷിച്ച് തന്റെ വഴിക്ക് പോകാതെ പാവപ്പെട്ട ഒരു സ്ത്രീയോട് ചേർന്ന് നിൽക്കാനും മരണം വരെ അവൾക്ക് തുണയായി ആശ്രയമായി കൂടെ നിൽക്കാനും സ്വന്തം സുഖവും സന്തോഷവും മാറ്റിവെച്ച് മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടി ജീവിതം ഹോമിക്കുവാനും ഒരു പാവപ്പെട്ട പെൺകുട്ടി എടുത്ത തീരുമാനം അവളെ യേശുക്രിസ്തുവിന്റെ വല്യമ്മച്ചിയാക്കി മാറ്റി. നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളോട്, നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളോട് നീ എടുക്കുന്ന നിലപാടുകൾ, നിന്റെ പ്രതികരണം, നിന്റെ സമീപനം, ഇതാണ് നിന്റെയും നിന്റെ തലമുറകളുടെയും അനുഗ്രഹം നിശ്ചയിക്കുന്നത്. അതാണ് നിന്റെ ഭാവി നിർണയിക്കുന്നത്. ഈ രൂത്ത് വല്യമ്മച്ചിയായി മാറി. കുരിശില്ലാതെ കിരീടമില്ല, കിരീടത്തിൽ അവസാനിക്കാത്ത ഒരു കുരിശുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടാകും. പല തരത്തിലാണ് ഈ കുരിശുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. അതൊരു പക്ഷേ ഒരു അമ്മയുടെ രൂപത്തിലായിരിക്കാം, സുഖമില്ലാതെ കിടക്കുന്ന ഒരു അമ്മായിയപ്പന്റെ രൂപത്തിലായിരുന്നേക്കാം, ജോലിയില്ലാത്തൊരു ഭർത്താവിന്റെ രൂപത്തിലായിരുന്നേക്കാം, സുഖമില്ലാത്ത ഒരു ഭാര്യയുടെ രൂപത്തിലായിരുന്നേക്കാം, പഠിക്കാൻ മോശമായ ഒരു കുട്ടിയുടെ രൂപത്തിലായേക്കാം, അല്ലെങ്കിൽ വേണ്ടവണ്ണം മാനസിക വളർച്ചയില്ലാത്ത ഒരു കുഞ്ഞിന്റെ രൂപത്തിലായിരുന്നേക്കാം. ഏതെല്ലാം രൂപത്തിൽ ഇത്തരത്തിലുള്ള കുരിശുകൾ നമ്മുടെ ജീവിതത്തിൽ വരും. അതിനോടുള്ള നിന്റെ സമീപനം, നിന്റെ പ്രതികരണം, അതിനോട് നീ സ്വീകരിക്കുന്ന നിലപാടുകൾ, ഇത് വളരെ പ്രധാനമാണ്. കുരിശില്ലാതെ കിരീടമില്ല, കിരീടത്തിൽ അവസാനിക്കാത്തൊരു കുരിശുമില്ല. കുറേ നാൾ മുമ്പ് ഞാനൊരു സ്ത്രീയെ കാണാൻ പോയി. 20 വർഷം കൊണ്ട് തളർന്നു കിടക്കുന്ന ഒരു സ്ത്രീയാണ്. അവരെ ശുശ്രൂഷിക്കുന്നത് സ്വന്തം ഭർത്താവാണ്. മക്കൾ 2 പേരുള്ളത് വിദേശത്താണ്. ഈ ഭർത്താവ് 20 വർഷമായി ഈ സ്ത്രീയുടെ കിടക്കക്കരികിൽ നിന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പരിചരിക്കുന്നത് പോലെ ഭക്ഷണം വാരി കൊടുക്കുന്നു, ഭക്ഷണം പാചകം ചെയ്യുന്നു, ആ സ്ത്രീയുടെ വസ്ത്രം മാറുന്നു, അവരെ കുളിപ്പിക്കുന്നു, അവരുടെ കിടക്ക വിരിക്കുന്നു. അങ്ങനെ ആ കിടക്കക്കരികിൽ നിന്നുകൊണ്ട് ഒരു കുഞ്ഞിനെ പരിചരിക്കുന്നത് പോലെ
ഈ ഭർത്താവ് ഈ സ്ത്രീയെ പരിചരിക്കുകയാണ്. മറ്റൊരു അമ്മ ഈ ഒരു കുഞ്ഞുമായിട്ട് എന്റെ അടുക്കൽ വന്നു. വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, പക്ഷെ അവൾ നടക്കില്ല. കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ അമ്മ ഈ പെൺകുട്ടിയെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഒരു മഹാകാര്യം ചെയ്യുന്നു എന്ന ചിന്തയൊന്നുമില്ല. ദൈവം കൊടുത്ത ഒരു കുരിശ് സന്തോഷത്തോടെ അതിനെ വഹിക്കുകയാണ്. ജീവിതത്തിൽ വന്നു ചേരുന്ന അനുഭവങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം ഒന്ന് മനസ്സിലാക്കണം. ഈ കുരിശ് നമ്മളെ പ്രസിദ്ധരാക്കും. നമ്മുടെ കർത്താവ് തന്റെ കുരിശ് വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് പോയതുപോലെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഈ തരത്തിലുള്ള കുരിശുകളും പേറി കർത്താവിന് പിന്നാലെ പോകുമ്പോൾ മഹത്വത്തിന്റെ കിരീടത്തിലേക്കാണ് ഞാനും നിങ്ങളും നടന്നെടുക്കുന്നത്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടും നമുക്കോ ദൈവശക്തിയുമാവുന്നു. ഈ കുരിശ് നമ്മെ അനുരഞ്ജനത്തിലേക്ക് നയിക്കുന്നു. ഈ കുരിശ് അത് വഹിക്കുന്നവരെ, അത് ധരിക്കുന്നവരെ, അത് വരയ്ക്കുന്നവരെ പ്രസിദ്ധരാക്കി മാറ്റുന്നു. ഈ കുരിശിന്റെ സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊണ്ട് അനുരഞ്ജനത്തിന്റെ വക്താക്കളായി മാറുവാൻ, ഈ കുരിശിലൂടെ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന മഹത്വത്തിന്റെ കിരീടം പ്രാപിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. മനുഷ്യന്റെ കഠിനാധ്വാനമല്ല അവനെ ദൈവത്തിലെത്തിക്കുന്നത്, ഏതു വികാരത്തോടുകൂടിയാണ് അത് നിറവേറ്റുന്നത് എന്നതാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ്.